ഇദ്ദേഹം കഴിക്കുന്നത് ഒരു ചമ്മന്തിയാണ്. നല്ല എരിവും പുളിയുമൊക്കെയുള്ള ഉറുമ്പ് ചമ്മന്തി. നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന ചുവന്ന ഉറുമ്പാണിത്. നീറ്, നിസ്സർ, പുളിയുറുമ്പ് എന്നെല്ലാം ഇതിന് പേരുണ്ട്. കല്ലിൽ നല്ല പച്ചമുളകും പുളിയും ഉള്ളിയുമെല്ലാം ഇട്ട് അരച്ചെടുക്കുന്ന ചമ്മന്തിയൊക്കെ കാണുമ്പോൾ പലർക്കും നാവിൽ വെള്ളം വരാറുണ്ട്. പക്ഷേ ഈ പുളിയുറുമ്പ് ചമ്മന്തി ഒഡീഷയിലെ സിമിലിപാലിലെ ആദിവാസി സമൂഹങ്ങൾ നൂറ്റാണ്ടുകളായി ഏറെ പവിത്രമായി കണ്ട് കൈമാറിയ ഒരു വിഭവമാണ്. ഒഡീഷയിലെ ഈ അതുല്യമായ ചട്നിക്ക് ഇപ്പോൾ GI ടാഗ് അഥവാ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക പ്രദേശവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ തനതായ ഗുണങ്ങളും പ്രശസ്തിയും തിരിച്ചറിയുന്നതിനും സംരക്ഷിക്കുന്നതിനും നൽകുന്ന ഒരു അടയാളമാണ് ഈ GI ടാഗ്. रेड एंड जो चटनी होती है इसको सिमलीपाल काई चटनी भी बोलते हैं. इसको GI टैग मिला है और मैं उम्मीद करता हूँ कि इसकी वजह से इसको और पॉपुलैरिटी मिलेगी और देश के सारे हिस्सों में. ചുവന്ന ഉറുമ്പ് ചട്നിയെ സിമിലിപാൽ വിഭാഗക്കാർ കായ് ചട്നി എന്നും വിളിക്കാറുണ്ട്. രാജ്യത്തുടനീളം ജനപ്രീതി നേടാൻ ഈ GI ടാഗ് സഹായിക്കുമെന്നും കൂടുതൽ ഇത് അംഗീകരിക്കപ്പെടുമെന്നും താൻ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല നല്ല രുചിയും ആരോഗ്യവും നൽകുന്ന ഒരു പരമ്പരാഗത ഭക്ഷണമാണിതെന്ന് മയൂർഭഞ്ച് ജില്ലാ മജിസ്ട്രേറ്റ് വിനീത് ഭരദ്വാജ് പറയുന്നു. मान्यता बढ़ेगी और लोग इसको पसंद करेंगे. तो हेल्थ के लिए भी ये चटनी अच्छी होती है और स्वाद में भी अच्छी होती है और एक ट्रेडिशनल फूड है. ഈ ചട്നിയെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ ഗവേഷകർ അത് നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ രുചിക്ക് അതീതമാണെന്നാണ് അവകാശപ്പെടുന്നത്. പ്രാദേശിക ഭാഷയിൽ ഞങ്ങൾ ഇതിനെ കായ് ചട്നി എന്ന് വിളിക്കുന്നു. हमारा लोकल भाषा में उसको काई चटनी बोलते हैं. उसको अभी GI टैग मिला है. ये हमारा लोकल ट्राइबल का इंटर ट्राइबल समाज का न्यूट्रिशन का के लिए फेमस है. ആദിവാസി സമൂഹങ്ങളിൽ പോഷകമൂല്യത്തിന് പേരുകേട്ട ഈ ഉറുമ്പ് ചമ്മന്തിക്ക് പാർശ്വഫലങ്ങൾ ഉണ്ടാകില്ല എന്നും ചുവന്ന ഉറുമ്പ് ചട്നിയെക്കുറിച്ച് പഠനം നടത്തുന്ന ഗവേഷകൻ നയാദർ പോദിയൽ പറയുന്നു. ये भी हमारा एक फूड है और ये अच्छा मेडिसिन है. ये जो मेडिसिन है ना इसका साइड इफेक्ट नहीं है. ഈ സ്വാദിഷ്ടമായ ചമ്മന്തിക്ക് GI ടാഗ് ലഭിച്ചത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷമാണ്. പ്രതിരോധശേഷി നൽകുന്ന ഈ വിഭവത്തെക്കുറിച്ചുള്ള പഠനം ഭുവനേശ്വർ ഒഡീഷ യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ടെക്നോളജി നടത്തുന്നുണ്ടെന്ന് മുതിർന്ന പത്രപ്രവർത്തകൻ വിഷ്ണു സത്പതി പറഞ്ഞു. Actually it's a moment of pleasure, it's a matter of pride also, matter of pride and pleasure, क्योंकि इसको तो होना ही था. सिमिलीपाल का जो है ये वास्तव में यहाँ के जो आदिवासी बंधु हैं, वनवासी बंधु हैं, मैंने ये इनमें खाने में इसका इस्तेमाल करते हैं और इट हैज़ इट्स ओन डेलिकेसी और इसके ऊपर अभी रिसर्च भी चल रहा है. OUAT में जो है भुवनेश्वर उड़ीसा यूनिवर्सिटी ऑफ एग्रीकल्चर टेक्नोलॉजी, इसमें पाया गया है कि इट हैज़ ए डिजीज फाइटिंग कैपेसिटी, इट गिव्स अस इम्यूनिटी. വെളുത്തുള്ളി, മുളക്, ഇഞ്ചി തുടങ്ങിയ ചേരുവകൾ ചേർത്ത് ചുവന്ന ഉറുമ്പിനെ അരച്ചെടുത്തുണ്ടാക്കുന്ന ഈ ചമ്മന്തി 6 മാസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറയുന്നത്. US, ഓസ്ട്രേലിയ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇതിനോടകം ഉറുമ്പ് ചമ്മന്തി പ്രചാരം നേടിക്കഴിഞ്ഞു.